നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുന്നത് ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ജ്ഞാനവും പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നവരാത്രി 3-ാം ദിവസം ആരാധിക്കുന്നത് അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാദേവിയെയാണ്. ദുർഗാദേവിയുടെ വിവാഹ രൂപമാണ് ചന്ദ്രഘണ്ഠാദേവി. കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേക ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവി ചന്ദ്രഘണ്ഠയുടേത്. ചന്ദ്രകലയെ ശിരസിൽ ധരിച്ചവൾ എന്നാണ് ചന്ദ്രഘണ്ഠ എന്ന പേരിൻ്റെ അർത്ഥം. മുല്ലപ്പൂവാണ് ഇഷ്ടപുഷ്പം. ചന്ദ്രഘണ്ഠാദേവിയാണ് ശുക്രഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ ദേവി ഭക്തർക്ക് ലോകത്തിലെ എല്ലാ സുഖങ്ങളും നൽകുകയും അവരുടെ ജീവിതം സുഖകരമാക്കുകയും ചെയ്യുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും ആഡംബരപൂർണമായ ജീവിതവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവൻ്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തുവത്രേ. ഇതാണ് ചന്ദ്രഘണ്ഠാദേവി ഭാവം. അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവീ സങ്കല്പം. 10 കൈകളിലായി ത്രിശൂലം, ഗദ, വാൾ, ചിന്മുദ്ര, താമര, അസ്ത്രങ്ങൾ, വില്ല്, അഭയം, വരദം, കമണ്ഡലു എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രഘണ്ഠാദേവിയുടേത്. ചന്ദ്രഘണ്ഠാദേവി പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓം ദേവി ചന്ദ്രഘണ്ഠായേ നമഃ. പിണ്ഡജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുത. യാ ദേവി സർവഭൂതേഷു മാ ചന്ദ്രഘണ്ഠരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ദേവിക്ക് മുല്ലപ്പൂ സമർപ്പിച്ച് മന്ത്രജപത്തോടെ പ്രാർത്ഥിക്കുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.